നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിലൂടെ ഇതര സംസ്ഥാനങ്ങളിലെ കടകളിൽ നിന്ന് റേഷൻ വിഹിതം വാങ്ങുന്നവരുടെ എണ്ണം കുതിക്കുന്നു. പ്രതിമാസം 4.51 ലക്ഷം കുടുംബങ്ങളിലായി 20.46 ലക്ഷം പേരാണ് ഇപ്പോൾ മറുനാടുകളിലെ റേഷൻ കടകളെ ആശ്രയിക്കുന്നത്. 4 വർഷം മുമ്പ് പദ്ധതി തുടങ്ങുമ്പോൾ 3500 കാർഡുകളിലായി 15,000-ൽ പരം പേർ മാത്രമാണിത് പ്രയോജനപ്പെടുത്തിയിരുന്നത്. മടിച്ചു നിന്ന മലയാളികളും ഇപ്പോൾ ഇതര സംസ്ഥാന കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിത്തുടങ്ങി. 90 മലയാളി കുടുംബങ്ങളാണ് ഇങ്ങനെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കർണാടക, തമിഴ്നാട്, തെലുങ്കാന, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ സംസ്ഥാനങ്ങളെയാണ് ഇവർ ആശ്രയിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് നിന്നും വാങ്ങുന്നവരുമുണ്ട്. 2019 ഓഗസ്റ്റിലാണ് രാജ്യത്ത് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതി തുടങ്ങിയത്. 2019 നവംബർ മുതൽ കേരളത്തിലും നിലവിൽ വന്നു. അന്ന് 4 സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചായിരുന്നു പദ്ധതി. 2020 ആയപ്പോൾ 11 സംസ്ഥാനങ്ങളിലേക്കും 2022 ഫെബ്രുവരിയോടെ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെ രാജ്യമൊട്ടാകെയും വ്യാപിപ്പിച്ചു. രാജ്യത്ത് എവിടെ നിന്നും റേഷൻ വാങ്ങാനുള്ള സംവിധാനം നിലവിൽ വന്നതോടെയാണ് പദ്ധതിയിൽ ആളുകൂടിയത്. ഓരോ സംസ്ഥാനത്തിന്റെയും റേഷൻ വിതരണം കമ്പ്യൂട്ടർ ശൃംഖല വഴി ബന്ധിപ്പിച്ചാണ് നടപ്പാക്കിയത്. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു അത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലിക്ക് പോകുന്നവർക്കും താമസം മാറിപ്പോകുന്നവർക്കും കാർഡ് മാറ്റാതെ റേഷൻ വാങ്ങാൻ കഴിയും. ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാനക്കാർ റേഷൻ വാങ്ങുന്നത് ഡൽഹിയിലാണ്. 3.15 ലക്ഷം കാർഡുടമകൾ. കേരളം 13ാം സ്ഥാനത്താണ്. ഇവിടെ 1553 ഇതര സംസ്ഥാനക്കാരാണ് വാങ്ങുന്നത്.